നാം ഈ ഇസ്ലാമിലല്ലായിരുന്നുവെങ്കിൽ നാം ഇന്ന് ഏതെല്ലാം തലങ്ങളിലും വേണ്ടാത്തരങ്ങളിലുമായി ഉയർന്ന് നശിച്ച ജീവിത കെടുതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. പടച്ചറബ്ബിനെ സ്തുതിച്ചാലും തീരാത്ത ഒരു ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് എത്താൻ കഴിഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും വായിക്കാൻ കഴിയാവുന്ന ചില തത്വങ്ങളുണ്ട്. മനുഷ്യന്റെ മതത്തിന്റെ അടിത്തറകൾ, വേരുകൾ ഇളക്കുന്ന യാതൊന്നും ആ മതം സമ്മതിക്കൂല. മതത്തിനെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി അങ്ങേയറ്റത്തെ ശ്രദ്ധയാണ് ഇസ്ലാമിന്. ഒരു ജീവനെയും അന്യായമായി പൊലിക്കാൻ ഇസ്ലാമിന്റെ ഒരു നിയമവും കൽപ്പിക്കുകയില്ല. നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരിയാവട്ടെ, മറ്റെന്തു കെടുതികളാവട്ടെ, ബുദ്ധിക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കുടുംബ പാരമ്പര്യത്തിന്, നെസ്ലിന് അടിത്തറയായി അവന്റെ കുടുംബത്തിന്റെ അടിവേരിളക്കുന്ന യാതൊന്നിനും ഇസ്ലാം അനുവദിച്ചു കൊടുത്തില്ല. സ്വവർഗരതി സമ്മതിച്ചില്ല, വ്യഭിചാരം സമ്മതിച്ചില്ല, അവിഹിതങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടാ? കുടുംബത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഇസ്ലാം. സമ്പത്തിന്, അവന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സമ്പത്തിന് സ്ഥാനവും മാനവും കൊടുക്കുന്നു. മോഷ്ടിക്കാനോ പിടിച്ചുപറിക്കാനോ വഞ്ചിക്കാനോ സമ്മതിക്കാതെ ഇങ്ങനെ മനുഷ്യന്റെ ഓരോ മേഖലകളിലും ഇസ്ലാമിനെ നന്നായി സുരക്ഷിതമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ നാം ആ ഇസ്ലാമിലാണ് എന്നത് സന്തോഷിക്കാനുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും അതിന്റെ പേരിൽ, വിമർശനത്തിന്റെ പേരിൽ ഭയപ്പെടേണ്ടതില്ല. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിമർശനം കൊണ്ടുവന്നിട്ടുണ്ടോ അന്നെല്ലാം മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വഴി കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ ഇസ്ലാം പഠിക്കുകയാണ് ഓരോ വിമർശനത്തിലൂടെ. ഈ അടുത്ത കാലത്ത് ഒരു വക്കീൽ പറഞ്ഞു, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം കുറച്ചു പെശകാണ്. സുഹൃത്തുക്കളെ, അനന്തരാവകാശ നിയമം ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവസാനം അതിൽ നിന്ന് മറ്റുള്ള മതസ്ഥര് പോലും പറയാൻ തുടങ്ങി, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം എത്ര സുഭദ്രമാണ്, എത്ര നല്ല വ്യക്തമായ കാഴ്ചപ്പാടിലാണ്, എന്തൊരു ദീർഘവീക്ഷണമാണെന്ന് ശത്രുക്കളുടെ വാക്കുകൊണ്ട്, തൂലിക കൊണ്ട് പറയിക്കാൻ കഴിയുമെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ കാലങ്ങൾ കുറേയായി ശ്രമിക്കുന്നു. പക്ഷെ അള്ള പറഞ്ഞു, സമ്മതിക്കൂല. ഈ മതത്തിന്റെ വെളിച്ചത്തെ അണക്കാൻ, കെടുത്താൻ പറ്റില്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീങ്ങൾ എത്ര വെറുത്താലും, അവരെത്ര അണക്കാൻ വേണ്ടി നോക്കിയാലും അവരുടെ വായ കൊണ്ടാണ് അവരെ അണക്കാൻ നോക്കുന്നത്. അള്ളാഹു അവന്റെ പ്രകാശത്തെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളാണോ, നമുക്ക് സന്തോഷിക്കാനേറെ വകുപ്പുണ്ട്. നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ മഹത്വം അതാണ്. അള്ളയാണ് വലുത്. ഒരു മഹാനെയും നമ്മൾ വലുതാക്കുന്നില്ല. ഒരു അമ്പിയാക്കളെയും ഔലിയാക്കളെയും അള്ളാഹുവിനെ പോലെ വലുതാക്കാൻ നമുക്ക് പറ്റൂല. അവർക്കൊക്കെ മാനുഷികമായ സ്ഥാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ വിശ്വാസിയുടെ മനസ്സിൽ അല്ലാഹു അക്ബർ, അള്ളയാണ് വലുത്. എല്ലാത്തിനേക്കാളുപരി അവനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവൻ. അവനെ വലുതാക്കാൻ കഴിയണം. അതിന്റെ രണ്ടാമത്തെ തലമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല. അമ്പിയാക്കന്മാരെ ആരാധിക്കാൻ മുസ്ലിമിന് പറ്റൂല. ഔലിയാക്കന്മാർ എന്ത് കറാമത്ത് കാണിച്ചാലും, അത്ഭുതങ്ങൾ കാണിച്ചാലും അവരെ ആരാധിക്കാൻ പറ്റില്ല. മരങ്ങളും കല്ലുകളും പ്രതിമകളും മറ്റുമുള്ള നക്ഷത്ര സൂര്യചന്ദ്രനും ഒന്നും തന്നെ ആരാധിക്കാൻ കൊള്ളത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഈ തക്ബീർ പറയുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോട് പ്രാർത്ഥിക്കാൻ കഴിയൂല. അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച വഴിപാട് നൽകാൻ കഴിയൂല. സത്യസന്ധമായ ജീവിതമാണെങ്കിൽ സാധ്യമല്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു നേർച്ച വഴിപാടോ ബലിയർപ്പിക്കാനോ കുർബാന നടത്താനോ സാധ്യമല്ല. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ അവൻ ഒരിക്കലും സാധ്യമല്ല. പ്രമാണങ്ങൾ അവനെ ഒരിക്കലും അതിന് പിന്തുണക്കുന്നില്ല. അവൻ പ്രഖ്യാപിക്കുന്നത് അല്ലാഹ് ഇല്ലാതെ ഒരാരാധ്യനില്ല എന്നാണ്. ആ അല്ലാഹുവിനോടുള്ള നന്ദി കാണിക്കാൻ ഈ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്, വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളുടെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം, നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തണം. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങളൊക്കെ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അല്ലാഹുവിന് ശുക്ർ കാണിക്കേണ്ടവരാണ് നമ്മൾ.
നമ്മുടെ യാതൊരു സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുത്താൻ, അതിനെ ബാത്തിലാക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. മനോഹരമായി നാം നിർമ്മിച്ച ഒരു കെട്ടിട സൗധം, ആ കെട്ടിടം ഉണ്ടാക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ആ കെട്ടിടത്തിന്റെ ഓരോന്നോരോന്നായി പൊളിച്ച് തകർത്ത് കളയുമോ? നമ്മൾ പറയും അയാൾ വിഡ്ഢിയാണ്. മനോഹരമായി ഭംഗിയായി നെയ്തെടുത്ത ഒരു വസ്ത്രം, പുതിയ അവന്റെ വസ്ത്രമെടുത്തിട്ട് അവൻ ഓരോ കത്രികയെടുത്ത് മുറിച്ചു മാറ്റി കഷ്ണങ്ങളാക്കി അതിനെ നശിപ്പിച്ചു കളയാൻ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. വിഡ്ഢികൾക്കല്ലാതെ. ഇതുപോലെ റമദാനിലൂടെ നാം നേടിയെടുത്ത ഒരു അമലും ശേഷം നമ്മളത് നഷ്ടപ്പെടുത്തി തകർത്ത് കളയരുത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ്, സത്യവിശ്വാസികളെ, റമദാനിൽ നമ്മളെ നോക്കിയിരുന്ന അതേ അല്ലാഹ്, റമദാനിൽ നമുക്ക് കൂലി തരാമെന്ന് പറഞ്ഞ അതേ അല്ലാഹ്, ആ അല്ലാഹയാ പറയുന്നത് നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം എപ്പോഴും. റസൂലിനെയും അനുസരിക്കണം. എന്നിട്ടൊരു കൽപ്പന, വലാ തുബ്തിലൂ അഅമാലക്കും. സൂറത്ത് മുഹമ്മദിന്റെ 33-ാമത്തെ ആയത്തിലാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത്. ഖുർആന്റെ കൽപ്പനയാണ്. ചെയ്ത അമല് നശിപ്പിക്കുന്ന ഒരു പ്രവണതയും നിങ്ങൾക്ക് വരരുത്. ശിർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ നോമ്പ് പോയി, നിങ്ങളുടെ തറാവീഹ് നഷ്ടപ്പെട്ടു. അള്ളാഹുവിനെതിരെ, പ്രവാചകനെതിരെ നിങ്ങൾ നിലപാടെടുത്താൽ നിങ്ങളുടെ അമല് ബാത്തിലായി. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തു കൂട്ടിയത്? അമല് ബാത്തിലായി. ജനങ്ങളെ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ എടുത്തു പറഞ്ഞു ഉപദ്രവിക്കുകയാണോ? നിന്റെ സ്വതക്ക ബാത്തിലായി. ഇങ്ങനെ ബാത്തിലാകുന്ന ഒരു പണിയും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. അതോടൊപ്പം അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ച് ഈ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മളൊക്കെ ആഘോഷിക്കേണ്ട ദിനങ്ങളാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെയും ഒഴിവില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രിയപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്, ഉറക്കമൊഴിച്ചവരാണ്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ഇന്ന് അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ കണ്ണിനും കാഴ്ചക്കും കാലിനും തലക്കും പലയിടത്തും തൊലിക്കുമൊക്കെ ഇന്ന് പ്രഹരമേറ്റിട്ടുണ്ട്. നമ്മളെ നോക്കി നമുക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ഭാഗമാണ്. അവരെ വിസ്മരിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. പ്രിയപ്പെട്ടവരായ നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സത്യവിശ്വാസികളായ മുഴുവൻ സഹോദരങ്ങളുണ്ട്. ലോകത്തിന്റെ പല കോണിലായി പ്രയാസപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഫലസ്തീനിലെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഷെല്ലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാൻ വരുന്ന റമദാനിന്റെ സമയത്ത് പോലും സിയോണിസ്റ്റുകളുടെ വ്യാപകമായ അക്രമത്തിൽ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. നമ്മളൊക്കെ മൈലാഞ്ചിയിട്ട കയ്യുമായി നടക്കുമ്പോൾ ചോരപ്പുറ കരണ്ട് കൊടുക്കുന്ന കൈകളുമായിട്ടാണ് അവരുടെ ഈദ്ഗാഹുകൾ. കണ്ണിൽ സുറമ തേച്ച് നടക്കുന്ന വിശ്വാസികളെ ഫലസ്തീനിലെ ജനത കണ്ണീര് കൊണ്ടാണ് സുറമയിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മൊഞ്ചും നിറവുമൊക്കെ എത്ര ഭംഗിയാണ്. ധരിക്കാൻ കീറിയ വസ്ത്രവുമായി നടക്കുന്ന എത്രയെത്ര ആളുകളാണ്. ലോക മുസ്ലിമീങ്ങളെ മറക്കാൻ പാടില്ല. തുർക്കിയിലെ ജനതയെ നമ്മൾ ഇനിയും വിട്ടുപോകരുത്. അവർ ഭൂകമ്പ ബാധിതരാണ്, എല്ലാം തകർന്നവരാണ്, നഷ്ടപ്പെട്ടവരാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആഴമേറിയ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഇന്ത്യ രാജ്യത്ത് പല നിലക്കുമുള്ള പ്രയാസങ്ങൾ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മർദ്ദിതരായ എത്രയെത്ര മനുഷ്യരുണ്ട്. ഏത് പിന്നോക്ക വിഭാഗമാകട്ടെ, ന്യൂനപക്ഷമാകട്ടെ, ഏതാളാവട്ടെ, മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി, ആ സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അറ്റുപോയ എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടെ കൂട്ടിയിണക്കാൻ കഴിയണം. മിണ്ടാതെ പിണങ്ങി നടക്കുന്ന ഒരു പെരുന്നാൾ നമുക്ക് വേണ്ട. അയൽപ്പക്ക ബന്ധങ്ങളെ നന്നായി സുദൃഢമാക്കാൻ ഈ ഈദ് കൊണ്ട് നമുക്ക് സാധ്യമാകണം. പ്രായം ചെന്ന എത്രയോ മനുഷ്യർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വരാൻ കഴിയാത്ത പോയവരുണ്ട്. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്നവരുണ്ട്. നമ്മളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ അവരെ അടുത്തു ചെല്ലണം, അവരെ തലോടണം, അവരെ സമാധാനിപ്പിക്കണം. ഒരുപാട് കാലത്തെ അനുഭവമായിട്ടാണ് അവർ ഇരിക്കുന്നത്. അവശരായ, പാവപ്പെട്ട, ദരിദ്രരായ, രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബത്തിനകത്തും പുറത്തും നമ്മൾ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി തയ്യാറാവണം. വയുത്ഇമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. സ്വർഗക്കാരന്റെ, സ്വർഗാവകാശികളുടെ ഗുണാണ്. യതീമിന് ഭക്ഷണം കൊടുക്കുന്നവരാണ്, മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അസീറിനെ, ബന്ധനസ്ഥരെ പരിഗണിക്കുന്നവരാണ്, വിധവകളെ പരിഗണിക്കേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാഇ അലൽ അർമലതി വൽ മസാകീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. കാണാതെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വിധവകളെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവൻ,
മിസ്കീനിനെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവൻ ആരെപ്പോലെയാ? കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിനിറങ്ങുന്ന പോരാളിയെ പോലെയാണ്. ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോ, ഒരു വസ്ത്രം കൊടുക്കുമ്പോ, ഒരു 100 രൂപ കൊടുക്കുമ്പോ, ഈ ഒരു യോദ്ധാവിനെ പോലെയുള്ള പ്രതിഫലമാണ് നിനക്കെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ല, ഒരു ഭർത്താവിന്റെ തണലില്ല, ഒരു ഭർത്താവിന്റെ യാതൊരു നിലക്കുമുള്ള അനുഭവങ്ങളുമില്ലാത്ത ഒരു സ്ത്രീ വിധവയാണവൾ. അതുകൊണ്ട് അവരെ പോലെയുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ ഖുർആൻ അത് പരലോകത്ത് നമുക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള പണിയുണ്ടാകണം. വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഒന്നുകിൽ ഖുർആൻ നിനക്കെതിരാകും, അല്ലെങ്കിൽ ഖുർആൻ നിനക്ക് അനുകൂലമാകും. അനുകൂലമാകാൻ വേണ്ടിയാവട്ടെ ഇനിയും നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കുകയാണ്. വിശാലമായ കൂട്ടായ്മകളുണ്ട്, ധാരാളക്കണക്കിന് സദസ്സുകളുണ്ട്, സംവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം കുൽസിത ബുദ്ധികൾ ഉയർത്തുന്ന ഭിന്നതകളുടെ എല്ലാ മതിൽക്കെട്ടുകളെയും നാം ഭേദിക്കണം. ഇവിടെ ഭിന്നിക്കണം, ഇവിടെ തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെതിരെ നമ്മൾ ചിന്താബോധത്തോടെ ജീവിക്കണം. ഒരു മാസക്കാലം മണിക്കൂറുകൾ നീണ്ട തറാവീഹ് നമസ്കാരത്തിൽ പരസ്പരം കാലുകളും ചുമലുകളും ചേർത്ത് വെച്ച് പരസ്പരം ഐക്യത്തോടെ നിന്നവരാണ് നമ്മൾ. നമ്മളെ തകർക്കാൻ ഒരു ശക്തിയെയും സമ്മതിക്കരുത്. ചേർന്ന് നിന്നവരാണ് നമ്മൾ. നമ്മൾ ഒരുമിച്ച് താമസിച്ചവരാണ്. നമ്മൾ ഒരുമിച്ച് കൂട്ടമായി ഇഫ്താറിൽ ഇരുന്നവരാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ ഒരു ശത്രുവിനെയും നമ്മൾ സമ്മതിക്കരുത്. നമുക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ നാം കാര്യമായി കരുതിയിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയ എത്രയോ ആളുകളുണ്ട്. നോമ്പ് നോൽക്കാൻ സമ്മതിക്കാതെ ഫത്വ കൊടുത്ത ആളുകളുണ്ട്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ സമ്മതിക്കാതെ ഫത്വ കൊടുത്ത ആളുകളുണ്ട്. എല്ലാവരും അവരുടെ വഴിക്ക് നടക്കട്ടെ. ഭിന്നതകളുടെ സ്വരങ്ങളുമായി 10-15 ആളുകൾ ഇറങ്ങിയിട്ട് ഈ സമുദായത്തിന് ചീത്ത പേരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുക. പ്രാമാണികമായി മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ കൃത്യമായി നൽകുന്ന നിർദ്ദേശങ്ങളെ വില കൊടുക്കാതെ ഭിന്നതയുമായി നടക്കുന്ന പെരുന്നാളുകൾ എന്ത് പെരുന്നാളാണെന്ന് ആലോചിക്കുക. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഒരൊറ്റ മനസ്സാണ്, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഭിന്നിക്കില്ല എന്ന് നമ്മൾ പ്രവർത്തനം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ വെറുപ്പും വിദ്വേഷവും മാറ്റിവെച്ച് വിശ്വാസികൾ തമ്മിൽ ഐക്യവും സ്നേഹവും വളർത്തിയെടുക്കാൻ ഈ ഈദ് കൊണ്ട് നമുക്ക് പരിശീലിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാരാളം പ്രവചനങ്ങൾ അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാലുപാടു നിന്നും നമ്മെ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിന്മകളെയൊക്കെ നോർമലൈസ് ചെയ്ത് അതിനെ വെള്ളപൂശാനുള്ള വ്യഗ്രതയിലാണ് സമൂഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഈ അടുത്തൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. എന്താ പറഞ്ഞത്? കണ്ണൂർ ജില്ലയിലെ കല്യാണ മാമാങ്കങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് സ്ഥാനമില്ല, അവർ അടുക്കളയിലാണ്. വല്ലാത്തൊരു അത്ഭുതം. വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം. ഈ നാട്ടിലെ ബസ് സ്റ്റോപ്പുകളിൽ സ്ത്രീകൾക്ക് വേറെ സീറ്റുണ്ട്, ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് വേറെ ഇരിപ്പിടമുണ്ട്, ടോയ്ലറ്റുകളിൽ വേറെ സൗകര്യങ്ങളുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. കല്യാണങ്ങളിലോ സദസ്സുകളിലോ ആണും പെണ്ണും ഒന്ന് വേറെയായി ഇരുന്നാൽ ഇവർക്കെന്താണ് നഷ്ടം വരുന്നത്? ഇവർക്കെന്ത് ചൊറിച്ചിലാണുള്ളത്? അതിന്റെ പിന്നിൽ അവർ ഇഷ്ടപ്പെടുന്നത് സ്വാതന്ത്ര്യവാദമാണ്. ഒന്നിനും ഒരു അതിർവരമ്പില്ലാതെ എല്ലാവരും അങ്ങ് ഒട്ടിപ്പിടിച്ച് നടക്കണമെന്നാണെങ്കിൽ നടക്കൂല. അത് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചതാണ്. ആര് എത്ര ഒച്ച വെച്ചാലും അത് സാധ്യമാകാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ സന്ദർഭങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ ഒരിക്കലും തന്നെ നമുക്ക് സന്തോഷിക്കാനല്ലാതെ മറ്റൊരു വകുപ്പും പറയുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞ്? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന് സ്തുതി. അല്ലാഹു കബീറാണ്, അല്ലാഹു വലിയവനാണ്. അവൻ നൽകിയിട്ടുള്ള മഹത്തായ ഈ പെരുന്നാളിന്റെ സുദിനം നമുക്ക് അത്തരത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന, മഹത്വപ്പെടുത്തേണ്ടുന്ന ഒരു സുദിനത്തിലാണ് നാം ഉള്ളത്. അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട സന്തോഷമുള്ള കാര്യമാണ് ഒരു നോമ്പുകാരൻ. ആ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന്റെ സന്തോഷമില്ലേ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സന്തോഷം നാളെ പരലോകത്തുണ്ട്. അതുകൂടെ കിട്ടാനാവട്ടെ ഇന്നു മുതൽ നമ്മുടെ ശ്രമങ്ങൾ മുഴുവൻ. പടച്ച റബ്ബിനെ കാണണം, മറയില്ലാതെ, തടസ്സങ്ങളില്ലാതെ, പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് കിട്ടാൻ കൊതിക്കുക. ഈ സുന്നത്തായ ഈ ഒരു സന്ദർഭത്തിൽ ധാരാളം സുന്നത്തുകൾ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കും. ഇത് ഈദിന്റെ സുദിനമാണ്. സ്വതക്ക ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, റമദാനോടുകൂടെ സ്വതക്കയുടെ വാതിലുകൾ അടച്ചു വെക്കല്ലേ, സ്വതക്കകൾ ധാരാളമായി ചെയ്യുക. നമ്മൾ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടി എത്രയോ വിശ്വാസികൾ, പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്, പല പരിസരങ്ങളിൽ നിന്ന് ഈ ഒരു സുന്നത്തിനെ ശക്തിപ്പെടുത്തി സഹോദരിമാരെല്ലാം ഒരുമിച്ച് കുട്ടികളോടൊപ്പം ഇവിടെ വന്നുകൂടി ഇതിന്റെ ചിലവുകൾക്ക് ആവശ്യമായ സംഖ്യയും നമ്മുടെ ഈ സംഗമിച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ കൈകളിലുള്ള സ്വതക്കകൾ ധാരാളമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ സ്വതക്ക ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ സുദിനത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ച് ഒരു ചെറിയ വസ്ത്രവും എടുത്തിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ നന്നായി ദാനം ചെയ്യണം, കാരണം ഞാൻ നരകത്തിൽ നിങ്ങളെ കൂടുതലായി കണ്ടു എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന സഹാബ വനിതകൾ ആഭരണങ്ങൾ വരെ, ഉണ്ടായിരുന്ന ചെറിയ ആഭരണങ്ങൾ വരെ എടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിന്റെ തലപ്പിലേക്ക് ഇട്ടുകൊടുത്തെങ്കിൽ, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, സ്ത്രീകളെ സ്വതക്ക ചെയ്തോ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. നമ്മുടെ വസ്ത്രം ഇപ്പോഴും ഇസ്ലാമികമല്ലേ എന്ന് പരിശോധിക്കുക. എന്റെ ഭർത്താവിനോട് ഞാൻ മോശമായ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ പരിശോധിക്കുക. ഞാൻ എന്റെ മക്കളോടുള്ള ബാധ്യത നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. വീണ്ടും വീണ്ടും ഞാനൊരു ഉമ്മയാണ്, ഞാനൊരു പെങ്ങളാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മായിമ്മയാണ്, എന്റെ റോളുകൾ ഞാൻ കൃത്യമായി പാലിക്കുന്നില്ലേ, ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടാകണം. ഈ നാട്ടിനടുത്ത് കൊയിലാണ്ടിയിലാണല്ലോ 12 വയസ്സുകാരനായ ഒരു കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊന്ന, അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോ പേരുകൾ വായിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഹോദരിമാരുടെ പേര് പോലത്തെ പേരുകളാണ്. പണ്ട് കാലത്ത് സ്വഹാബത്തിന്റെ സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാ യുശ്രിക്ന ബില്ലാ, ഞങ്ങൾ ശിർക്ക് ചെയ്യൂല, വലാ യഖ്തുൽന ഔലാദഹുന്ന, ഞങ്ങളുടെ കുട്ടികളെ കൊല്ലൂല, ഞങ്ങൾ വ്യഭിചരിക്കൂല എന്ന് പറഞ്ഞതുപോലെ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട്, ഇല്ല, എന്റെ അടുത്ത് പാകപ്പിഴകൾ വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ മാത്രമുള്ള കരുത്തോടെ സഹോദരിമാരെ നമ്മൾ മുന്നോട്ട് പോവുക. കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്മാനങ്ങൾ നൽകാൻ, സ്നേഹം മൂട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം. സമ്മാനങ്ങൾ കൊടുക്കുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം അധികരിപ്പിക്കും. പെരുന്നാളാണ്, കുട്ടികളാണ് സന്തോഷിക്കേണ്ടവർ. അവർക്ക് കളിക്കണം, ചിരിക്കണം. വീട്ടിലും കുടുംബത്തിലും അല്ലാഹ് അനുവദിച്ച തമാശകൾ, പാട്ടുകൾ, രസകരമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻപിൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. പെരുന്നാളിന്റെ അങ്ങേയറ്റത്തെ മോശമായ പ്രവണതകൾ വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ പെരുന്നാളിന് അനുവദിച്ച എത്രയെത്ര സന്തോഷങ്ങളുണ്ട്. ആ സന്തോഷങ്ങളെ നടപ്പിലാക്കാൻ നമ്മൾ കുടുംബസമേതം ശ്രമിക്കുക. ഈദ് മുസല്ലയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബ വീടുകളിലെയും രോഗികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ സന്ദർഭത്തിൽ സന്ദർശിക്കാൻ വേണ്ടി ഈ സുന്നത്തിലെടുക്കാൻ നമുക്ക് സാധ്യമാകണം. രോഗികളൊക്കെ കിടപ്പിലായ എത്രയോ ആളുകൾ, അവരുടെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് സമാധാനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായ ആശ്വാസ വാക്കുകൾ നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ അവസാനിച്ചാലും നാളെ വീണ്ടും നമ്മൾ ഇബാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ റമദാന, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റാൽ, എന്നിട്ട് ശവ്വാലിൽ 6 നോമ്പും കൂടെ നോറ്റാൽ, അവൻ കൊല്ലം മുഴുവൻ, വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു നന്മക്ക് 10 പ്രതിഫലമാണെങ്കിൽ റമദാനിൽ 30 ദിവസം നോമ്പ് നോറ്റു, അപ്പൊ 300 കഴിഞ്ഞല്ലോ. പിന്നെ 6 എണ്ണം കൂടെ നോൽക്കുന്നു, അപ്പൊ 60 ആയല്ലോ. 360 എന്നതൊരു കാലത്തെ സൂചിപ്പിച്ചൊരു വർഷക്കാലത്തേക്കായല്ലോ. വർഷം മുഴുവൻ നോമ്പ് നോറ്റവന്റെ പ്രതിഫലം ലഭിക്കാൻ ശവ്വാലിലെ നോമ്പുകൾ സാധ്യമാകുന്നവരൊക്കെ തുടർച്ചയായി തന്നെ നോൽക്കുക. അല്ലാത്തവർ ആ മാസത്തിനുള്ളിൽ അത് എത്രയും പെട്ടെന്ന് നോറ്റുവീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാളിന്റെ എല്ലാ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും കൃത്യമായി സുന്നത്തായി നടപ്പിലാക്കാനും ആനന്ദകരമായ ജീവിതവും അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സന്തോഷകരമായ ഒരു മരണവും അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.